ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡയമണ്ട് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഡയമണ്ട് തിയറി. നമുക്ക് ഡയമണ്ട് തിയറി എന്താണെന്ന് നോക്കാം. ഡയമണ്ട് തിയറി ഓഫൺ റെഫേർഡ് ടു ആസ് പോർട്ടേഴ്സ് ഡയമണ്ട് മോഡൽ. പോർട്ടേഴ്സ് ഡയമണ്ട് മോഡൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാര്യം എന്ന് വെച്ചാൽ മൈക്കൽ പോർട്ടർ എന്ന അമേരിക്കൻ എക്കണോമിസ്റ്റാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ദാറ്റ് എക്സ്പ്ലെയിൻസ് വൈ certain ഇൻഡസ്ട്രീസ് വിത്തിൻ പർട്ടിക്കുലർ നേഷൻസ്, അതായത് ഒരു ചില പ്രത്യേക രാജ്യങ്ങളിലുള്ള ഇൻഡസ്ട്രീസ് ആർ കോമ്പറ്റീറ്റീവ് ഇൻ്റർനാഷണലി, അതായത് ചില രാജ്യങ്ങൾക്കുള്ളിലുള്ള ഇൻഡസ്ട്രീസ് മാത്രം, വ്യവസായങ്ങൾ മാത്രം ഇൻ്റർനാഷണലി കോമ്പറ്റീറ്റീവ് ആവും. ഓക്കെ, അതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള കാരണമാണ് അദ്ദേഹത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഡെവലപ്ഡ് ബൈ മൈക്കൽ പോർട്ടർ ഇൻ ഹിസ് 1990 ബുക്ക്. 1990 ഇദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, അതായത് ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് നേഷൻസ് എന്നുള്ളത്. ഈ ബുക്കിലാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. ദ മോഡൽ ഐഡൻറ്റിഫൈസ് 4 കീ ഡിറ്റർമിനൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു എ നേഷൻസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഇതിൽ 4 ഡിറ്റർമിനൻസ് ഉണ്ട്. ഈ 4 ഡിറ്റർമിനൻസ് ആണ് ഈ രാജ്യത്തിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, അത് ഇൻ്റർനാഷണലായിട്ട് ഡെവലപ്പ് ആവാനുള്ള കാര്യങ്ങൾ ഈ 4 ഡിറ്റർമിനൻസിലൂടെയാണ് പറയുന്നത്. ഓക്കെ, ഈ 4 ഡിറ്റർമിനൻസിലൂടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ്. ഓക്കെ, അത് ആ ചിത്രത്തിലൂടെ ഞങ്ങൾക്ക് കാണിക്കാം. ഇൻ്റർനാഷണൽ കോമ്പറ്റീവ്നെസ് കൂട്ടുന്ന അതിൽ ഒന്നാമത്തെ കാര്യം ഫാക്ടർ കണ്ടീഷൻസ് ആണ്. അതെന്ന് പറയുന്നത് ദ നേഷൻസ് പൊസിഷൻ ഇൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ആ ഒരു പൊസിഷൻ, സച്ച് ആസ് സ്കിൽഡ് ലേബർ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ്, ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വരുന്നതാണ്. പിന്നെ നെസസറി ടു കമ്പീറ്റ് ഇൻ എ ഗിവൺ ഇൻഡസ്ട്രി, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാക്ടർ കണ്ടീഷൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡിമാൻഡ് കണ്ടീഷൻസ് ആണ്. ഇത് ദ നേച്ചർ ഓഫ് ഹോം മാർക്കറ്റ്. ഹോം മാർക്കറ്റ് അതായത് രാജ്യത്തിനകത്തുള്ള മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ ഇൻഡസ്ട്രീസ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഓക്കെ, ഇതിൻ്റെ ആ രാജ്യത്തിനുള്ളിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എത്ര ഡിമാൻഡ് ചെയ്യപ്പെടുന്നുള്ളത്. എ സ്ട്രോങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ക്യാൻ ഡ്രൈവ് ഇന്നോവേഷൻ ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേം കൂടുതൽ കണ്ടെത്തലുകൾ നടത്തി ആ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് ഇൻ്റർനാഷണലായിട്ട് അറിയപ്പെടും എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തെന്ന് പറയുന്നത് റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് ആണ്. ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഇൻഡസ്ട്രികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പെർ ആവുന്നതാണ്, അതൊരു മോട്ടിവേഷൻ ആവും ഈ കമ്പനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള. ഇപ്പോൾ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സപ്ലയർ ഇൻഡസ്ട്രീസ് ആൻഡ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജൂട്ട് ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ജൂട്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. മനസ്സിലായി? അപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് അതിനുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി ത്രൈവ് ചെയ്യാനായിട്ട്, വളരെ ഉയർന്ന രീതിയിൽ പോകാനായിട്ട് ഒരു കാരണമാകുന്നുണ്ട്. അടുത്തൊരു കമ്പൈൻഡ് റീസൺ പറയുന്നത് ഫേം സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് റൈവൽറി. ഫേമിൻ്റെ സ്ട്രാറ്റജി, അത് എന്ത് തന്ത്രമാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന, പിന്നെ റൈവൽറി, അതായത് സെയിം ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രാജ്യത്തിനകത്ത് തന്നെയുള്ള അതിൻ്റെ എതിരാളികൾ. ഓക്കെ, അപ്പം ഈ ഒരു റീസൺ എന്ന് പറയുന്നത് ദ കണ്ടീഷൻസ് ഇൻ ദ കൺട്രി ഗവേണിംഗ് ഹൗ കമ്പനീസ് ആർ ക്രിയേറ്റഡ്, എന്തൊക്കെയാണ്, എങ്ങനെ കമ്പനീസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്, ഓർഗനൈസ്ഡ്, അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണെന്നുള്ളത്, അത് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ആൻഡ് മാനേജ്ഡ്, ആസ് വെൽ ആസ് ദ നേച്ചർ ഓഫ് ഡൊമസ്റ്റിക് റൈവൽറി. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇൻറ്റൻസ് ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ ക്യാൻ ഡ്രൈവ് ഫേംസ് ടു ഇന്നോവേറ്റ് ആൻഡ് ഇംപ്രൂവ്. നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ അതിതീവ്രമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേംസിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ഡയഗ്രത്തിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. ആ ഡയഗ്രം ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ 4 ഫാക്ടേഴ്സും കൂടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പം ആ ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് 6 മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടർ കണ്ടീഷൻസ് ഉണ്ട്, പിന്നെ ഫേം സ്ട്രാറ്റജി, സ്ട്രക്ചർ ആൻഡ് റൈവൽറി ഉണ്ട്, റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഡിമാൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ. ഈ 4 ഇൻ്റർനാഷണൽ കോമ്പറ്റീവ്നെസ് കിട്ടുന്ന ഘടകങ്ങളല്ലാതെ നാഷണൽ കോമ്പറ്റീവ്നെസ് കിട്ടുന്ന 2 ഘടകങ്ങളൂടെ ഇദ്ദേഹം പറയുന്നത് കേട്ടോ. പോർട്ടർ ഓൾസോ ആഡഡ് 2 അഡീഷണൽ വേരിയബിൾസ് ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ നാഷണൽ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. 2 എന്ന് പറയുന്നത് ഗവൺമെൻറ്റും ചാൻസുമാണ്. അതിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് പോളിസീസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഈച്ച് ഓഫ് ദ എബവ് 4 ഡിറ്റർമിനൻസ്. നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങളെയും ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ത്രൂ റെഗുലേഷൻസിലൂടെ, സബ്സിഡീസ് കൊടുത്തുകൊണ്ട്, എഡ്യൂക്കേഷൻ പോളിസീസിലൂടെയൊക്കെ ഇത് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊരു ഘടകമാണ്. അടുത്തത് ചാൻസ് ആണ്. ചാൻസ് എന്ന് പറയുന്നത് ഇവൻറ്റ്സ് ദാറ്റ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഫേംസ്, അതായത് ഫേംസിൻ്റെ കൺട്രോളിന് അപ്പുറമുള്ള ചില ഘടകങ്ങളാണ് ചാൻസ് എന്ന് പറയുന്നത്. ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സച്ച് ആസ് വാർ,
ഇപ്പോൾ പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, യുദ്ധങ്ങൾ, പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, അതിൻ്റെ മേജർ ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂസ്, പ്രധാനപ്പെട്ട പുതിയ ടെക്നോളജിയുടെ ഇന്നോവേഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കണ്ടെത്തലുകൾ, പിന്നെ കൻ ആൾസോ ഇൻഫ്ലുവൻസ് ദ കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഓഫ് നേഷൻസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതും ഒരു കോമ്പറ്റേറ്റീവ് പൊസിഷനെ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ അനലൈസിങ് ദീസ് ഡിറ്റർമിനൻസ്, പോർട്ടേഴ്സ് ഡയമണ്ട് മോഡൽ ഹെൽപ്സ് എക്സ്പ്ലെയിൻ വൈ സർട്ടൻ ഇൻഡസ്ട്രീസ് ഇൻ സർട്ടൻ കൺട്രീസ് ആർ മോർ കോമ്പറ്റേറ്റീവ് ഇൻ്റർനാഷണലി. എന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് ചില കൺട്രീസിന് ഇൻ്റർനാഷണലായിട്ട് കോമ്പറ്റേറ്റീവ്നെസ് കിട്ടുന്നത്, അതിനെ സഹായിക്കുന്ന ചില ഘടകങ്ങൾ. അത് മാത്രമല്ല, ആൻഡ് ഹൗ കമ്പനീസ് ക്യാൻ എൻഹാൻസ് ദെയർ കോമ്പറ്റേറ്റീവ് പെർഫോമൻസ് ത്രൂ ദീസ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കോമ്പറ്റേറ്റീവ് പെർഫോമൻസ് എങ്ങനെ, അവർ ആ ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നും ഈ മോഡലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.